ഹായ് ഹലോ, എല്ലാവർക്കും ഇറ്റ്സ് മൈ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കടന്നാലോ. ഈ എൻ്റെ കയ്യിലിരിക്കുന്ന പാഴ്സൽ എന്താണെന്നല്ലേ? അതെ, ഇതിൻ്റെ ഉള്ളിൽ 2 ഓർക്കിഡ് പ്ലാന്റ്സ് ആണ്. ചെടിയോട് കുറച്ച് ഇഷ്ടം കൂടുതലായതുകൊണ്ട് തന്നെ എത്ര ചെടികൾ വാങ്ങിച്ചാലും എനിക്ക് മതിയായില്ല. നല്ല അടിപൊളി പാക്കൊക്കെ ആയി ചെയ്തിട്ട് നമുക്ക് കിട്ടിയ പ്ലാന്റ് ആണിത്. കണ്ടില്ലേ? നമുക്കിനി ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയട്ടെ, ഇത് ഞാൻ എവിടുന്നാണ് വാങ്ങിയെന്നല്ലേ? തിരുവനന്തപുരത്തുള്ള ശിഖ ഓർക്കിഡ്സിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുന്നേ ഞാൻ അവരുടെ അടുത്തുനിന്ന് ഓർക്കിഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വലിയ പ്ലാന്റ് അല്ലായിരുന്നു അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, സീഡ്ലിങ്സ് ആണ്, ചെറിയ പ്ലാന്റ്സ്. അപ്പോൾ എനിക്ക് പൂവിട്ടൊരു ഓർക്കിഡ് പ്ലാന്റ് കാണാൻ ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വാങ്ങിയത് 2 പൂവുള്ള 2 പ്ലാന്റ്സ് ആണ് വാങ്ങിയത്. അപ്പം നമ്മൾ ഈ പാക്കൊക്കെ പൊട്ടിക്കുമ്പം വളരെ സൂക്ഷിച്ച് പൊട്ടിക്കണം, കാരണം ആ പൂവ് എന്തെങ്കിലും പറ്റിപ്പോയാലോ. അതുകൊണ്ടാണ് അവർ ഇത്രയും വലിയ പെട്ടിയിൽ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഈ പാക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന ഒരു നേരമുണ്ടല്ലോ, എനിക്ക് തീരെ ക്ഷമയില്ലാത്തൊരു നേരമാണ് അത്. കാരണം അതിൻ്റെ ഉള്ളിലത്തെ സാധനം എത്രയും പെട്ടെന്ന് എനിക്ക് കാണണം. കത്രിക്കാണെങ്കിൽ നല്ല മുറിച്ചുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും മുറിഞ്ഞു കിട്ടുന്നില്ല, അത് വേറെ കാര്യം. എന്നാലും ഞാൻ ഒരുവിധമൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഉള്ളിലെ നമ്മുടെ നിധിക്ക് കേടുപാടൊന്നും പറ്റാൻ പാടില്ലല്ലോ, അതാണ് മുഖ്യം. തലങ്ങും വിലങ്ങും ഞാൻ മാറി മാറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഉള്ളിലുള്ള സാധനം ഒന്ന് പെട്ടെന്ന് കൈ കിട്ടണം, അതാണ് ഇപ്പോഴത്തെ മെയിൻ ലക്ഷ്യം. അങ്ങനെ മിഷൻ ഏകദേശം സക്സസ് ആയി എന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് തുറന്നു നോക്കാം അല്ലേ? അതെ, നല്ല പാക്കിംഗ് ഒക്കെയാണ്. ഇതാ നമ്മുടെ ഫ്ലവർ പുറത്തേക്ക് കാണുന്നുണ്ട് കേട്ടോ. ഒന്നിൻ്റെത് ഒന്നല്പം ചെറുതാണെങ്കിൽ ഒന്നല്പം വലുതാണ്. വിലയിലും മാറ്റമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഊരി നോക്കിയാലോ. ഈ ശിഖ ഓർക്കിഡ്സിൽ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പ്ലാന്റ് ഒരു കേടും കൂടാതെ, അത് നമുക്ക് അയച്ചു തരുന്ന പ്ലാന്റ് നല്ല പ്ലാന്റ് ആയിരിക്കും നമുക്ക് അവർ അയച്ചും തരുന്നത്. കണ്ടില്ലേ? ഇതാ എൻ്റെ പൂവിട്ട ഓർക്കിഡ് എൻ്റെ കയ്യിലെത്തിയിരിക്കുകയാണ്. നോക്കൂ കൂട്ടുകാരെ, നോക്കൂ എൻ്റെ പ്ലാന്റിനെ നോക്ക്. 1-2 പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അത് 1-2 ദിവസം ഈ പെട്ടീൻ്റെ ഉള്ളിൽ കിടക്കുകയല്ലേ, അതുകൊണ്ട് പറ്റിയതാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ചെടിക്കും ഇല്ല, പൂവിനും ഇല്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇതാ കണ്ടില്ലേ, ഒത്തിരി വേരുകളൊക്കെ ഉള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇത് യായ കോമ്പാക്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ മുട്ടുകളും ഉണ്ട് ഇനിയും വിരിയാൻ. എൻ്റെ കയ്യിലുള്ള കുഞ്ഞ് ഓർക്കിഡ് പ്ലാന്റ്സ് വളർന്ന് വലുതായിട്ട് ഇനി എന്നാ പൂവിടുക, അതിന് കുറച്ചും കൂടെ ക്ഷമയൊക്കെ വേണ്ടേ? ആ ക്ഷമ അല്പം കുറഞ്ഞത് കാരണമാണ് ഞാൻ ഈ 2 പൂക്കളുള്ള പ്ലാന്റുകൾ വാങ്ങിയത് തന്നെ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് നമുക്ക് വിളിച്ചു നോക്കാം. ഇതിൻ്റെ പേരുണ്ടല്ലോ, എൻ്റെ അടുത്ത് മറന്നു പോയിട്ടോ. എന്തായാലും പ്രശ്നമില്ല, പൂവുണ്ടല്ലോ, പൂവാണ് മുഖ്യം. നല്ല വലിയ പൂവാണ് അതിൻ്റെത്, എനിക്കിഷ്ടപ്പെട്ടു. പൂക്കൾ ഏതും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പോൾ കണ്ടതാണ് നമ്മുടെ 2 പ്ലാന്റ്സും നല്ല അടിപൊളി പ്ലാന്റ് അല്ലേ? ഒന്ന് ചെറുതാണ്, ഒന്ന് വലുതാണ്.
അതുപോലെ തന്നെ അതിൻ്റെ വിലയിലും വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് രണ്ടും രണ്ട് രീതിയിലിരിക്കുന്നത്. ഇതാ ഒത്തിരി മുട്ടുകളൊക്കെ ഇനി വിരിയാനായിട്ടുണ്ട്. അവയൊക്കെ എൻ്റെ അടുത്തുനിന്ന് ഇനി ബാക്കി വിരിഞ്ഞോളും. ചെടിക്കാണെങ്കിലും യാതൊരുവിധ കുഴപ്പമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള നല്ല ചെടി തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇവയെല്ലാം നല്ലൊരു പോട്ടിലേക്ക് മാറ്റി വെക്കണം. അതാണ്. ഇനി അതും കൂടെ കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ നമ്മുടെ ചെടി കണ്ടല്ലോ. അടുത്തത് എന്താ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തിട്ട് പോകണം കേട്ടോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ.